നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് പ്രിയ പുത്രൻ മുഖാന്തരം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ, മാനം, ധനം, ജ്ഞാനം ഉണ്ടാകുമാറാകട്ടെ. ആദരണീയരായ കർത്താവിന്റെ ദാസീദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ഒരു നാൾ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് അടുത്തു വരുവാൻ ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവസന്നിധിയിലേക്ക് വരുവാൻ സമയം കണ്ടെത്തുന്ന നിങ്ങളെ ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നത് അല്പം സാമാന്യ ബുദ്ധിക്ക് ദുർഗ്രാഹ്യമായ കാര്യങ്ങളാണെങ്കിലും അത് പഠിക്കുവാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. We are passing through bit difficult portion of the Bible, even to comprehend and apprehend. Yet it excites me to see your interest in learning those portions. പ്രവചന ഭാഗങ്ങൾ പഠിക്കുക എന്നത് പൊതുവെ പ്രയാസകരമാണ്, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലേത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതുണ്ട്, ഓർത്തിരിക്കാൻ പ്രയാസമുള്ളതുണ്ട്. പ്രധാന കാരണം നമ്മുടെ സാധാരണ യോഗങ്ങളിലൊന്നും ഈ വിഷയങ്ങൾ പഠിപ്പിക്കാറോ പ്രസംഗിക്കാറോ ഇല്ല എന്നത് തന്നെയാണ്. ഇത് പഠിപ്പിക്കാനും പ്രസംഗിക്കാനും കേൾക്കാനും പൊതുവെ ആൾക്കാർക്ക് അത്ര വലിയ താല്പര്യവുമില്ല. നമ്മൾ ഇതിൻ്റെയൊക്കെ പല ഭാഗങ്ങളും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും വായിക്കുന്നത് പോലും. ഒത്തിരി പേര് വെളിപ്പാട് പുസ്തകം വായിക്കാറ് പോലും ഇല്ല. ദ ലീസ്റ്റ് റെഡ് ബുക്ക് ഇൻ ദ ബൈബിൾ, അധികം പേർക്കും ഏറ്റവും കുറച്ച് പ്രാവശ്യം മാത്രം വായിച്ചിട്ടുള്ള പുസ്തകം വെളിപ്പാട് പുസ്തകമാകാം. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വായിക്കാതിരിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന കാരണവും. നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാണ്. അതും അല്പം നമ്മൾ വിശദമായിട്ടാണ് പോകുന്നതും. ഒരു സ്കെലിറ്റൻ മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെയും ആൾക്കാർക്ക് താല്പര്യമായിരിക്കും. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പലരും വിശദീകരണം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നാം വിശദമായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് 9-ാമത്തെ അധ്യായമാണ്. അതിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. 1 മുതൽ 11 വരെയും 13 മുതൽ 21 വരെയും. 1-ാമത്തെ ഭാഗം ഭാവിയിൽ ഉണ്ടാകുവാനുള്ള 3 കഷ്ടങ്ങളിൽ ആദ്യത്തേതാണ്. 2-ാമത്തെ ഭാഗം 9-13 മുതൽ 2-ാമത്തെ കഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ് നാം ഈ വിഷയങ്ങളെ തുടർമാനമായിട്ട് കാണുന്നത്. അതിനിടയിൽ 6-ാമത്തെയും 7-ാമത്തെയും കാഹള നാദങ്ങൾക്കിടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു ഇടവേളയുണ്ട്, അൻ ഇന്റർല്യൂഡ്. 6ഉം 7ഉം മുദ്രകൾക്കിടയിലും നമ്മൾ അങ്ങനെ ഒരു ഇടവേള കണ്ടു. അത് നമ്മോട് വിശദീകരിക്കുവാൻ വേണ്ടി യോഹന്നാൻ എടുത്ത ഒരു ബ്രേക്കാണ്. അല്ലാതെ സംഭവങ്ങൾ ഉണ്ടാകുവാൻ ആയിരുന്നില്ല. അതിനിടയിലുള്ള ചില കാര്യങ്ങളെ നമ്മോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി യോഹന്നാൻ
ഒരു ഇടവേള എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? The interlude between 6th and 7th seal openings, as well as 6th and 7th trumpet blowing, they are actually not in reality. That break was not a break in actuality, but John made that break, or John put those things in between those 6th and 7th events. So it was in writing, not in occurring. Okay. ഈ 6ഉം 7ഉം മുദ്രകൾക്കോ കാഹളങ്ങൾക്കോ ഇടയിൽ ഉള്ള സംഭവങ്ങൾ അസലായിട്ട് അങ്ങനെയല്ല. പക്ഷേ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളെ യോഹന്നാൻ അവകൾക്കിടയിൽ നമ്മോട് പറയുന്നേ ഉള്ളൂ. പല കാര്യങ്ങളും സമാന്തരമായി സംഭവിക്കുന്നതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമാന്തരമായിട്ട് പറയാനൊക്കത്തില്ലല്ലോ. ഒന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് മറ്റൊന്ന് പറയാനേ പറ്റുള്ളല്ലോ. പക്ഷെ സംഭവിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ആയിരിക്കുമെന്ന് മാത്രം. ഉദാഹരണത്തിന്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. ഒരേ സമയം നടക്കുന്ന കാര്യം. പക്ഷേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ അടുത്തത് പറയാൻ പറ്റൂ. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പിന്നീടാണ് പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും, നമ്മൾ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. പക്ഷെ ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് സമാന്തരമായിട്ട് ഒരേ സമയത്താണെങ്കിൽ കൂടെ അത് അവതരിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ, എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യമേ പറയുന്നു, പിന്നീട് ബാക്കിയുള്ളവ എന്ന ഒരു എഴുത്തിന്റെ രീതിയാണ് യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 9ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി പഠിക്കുകയായിരുന്നു. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. അവയുടെ ചർച്ചകൾക്ക് ശേഷം മുൻപോട്ട് നമുക്ക് പോകാം. ഒന്നുമില്ല എന്ന് ഗ്രഹിക്കട്ടെ. ഡീമൺസ് ആൻഡ് ഡെവിൾ, ഇതിന്റെ വ്യത്യാസം എന്ന് പറയാമോ? എന്തോ? ഡീമൺസ് ആൻഡ് ഡെവിൾ, അതിന്റെ വ്യത്യാസം. Only one devil, there are so many demons. സാത്താൻ ഒറ്റ ഒരാളേ ഉള്ളൂ, ദുരാത്മാക്കൾ ഒത്തിരിയുണ്ട്. Devil is a single person, a counter person of God. ദൈവത്തിന്റെ എതിരാളിയായി നിൽക്കുന്ന ഏക വ്യക്തി, ഏക ആളത്വമാണ് പിശാച്. All others, demons, are under him, his soldiers or angels, like that. പിശാചിന്റെ ദൂതന്മാർ, അവന്റെ ആജ്ഞാനുവർത്തികൾ, അവന്റെ സൈന്യത്തിലെ അംഗങ്ങൾ, അവരാണ് ഡീമൻസ്, അല്ലെങ്കിൽ അവരെ പിശാചിക്കളെന്നും വിളിക്കാറുണ്ട്. ഡീമൻസ്, ദുരാത്മാക്കളാണവർ. അവർക്കൊന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിശുദ്ധന്മാർക്കെതിരെ ആരോപണങ്ങളുമായിട്ട് പോകാൻ അനുവാദമില്ല. പക്ഷെ സാത്താന് പോകാം. സാത്താന് ആ അർത്ഥത്തിൽ കർത്താവിന്റെ സന്നിധിയെ
ഭയമോ അല്ലെങ്കിൽ അവന് വിലക്കോ ഇല്ല. അതുപോലെ ഡെവിൾ ഓർ സൈറ്റൻ hardly possesses any man, but demons do. പിശാച് മനുഷ്യരെ അങ്ങനെ ഗ്രസിക്കാറില്ല, പിശാച് അങ്ങനെ മനുഷ്യരിൽ കയറി കൂടാറില്ല, അവരിൽ കയറി വസിക്കാറില്ല. എന്നാൽ ദുരാത്മാക്കളാണ് അല്ലെങ്കിൽ ഭൂതാത്മാക്കളാണ് മനുഷ്യരെ അല്ലെങ്കിൽ സൃഷ്ടികളെ, ജീവികളെ ഗ്രസിക്കുന്നത്, അവരിൽ കയറി വസിക്കുന്നത്. പിശാച് കയറാം, പക്ഷെ വസിക്കാറില്ല. Devil sometimes he will enter into, as in the case of Judas. യൂദായിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് നാം കാണുന്നു. പക്ഷെ അവനിൽ പിശാച് കുടിയിരിക്കാറില്ല. അതിന് കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സാത്താൻ സർവവ്യാപി അല്ല. അവൻ ഒരുത്തനിൽ കയറി കുടിയിരുന്നാൽ സാത്താൻ വേറെ എങ്ങും ചെന്നു പറ്റാൻ ഒക്കത്തില്ല. അവനിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു സ്ഥലത്തും അവൻ സ്ഥിരമായി വസിക്കുന്നില്ല. അവനിങ്ങനെ ഊടാടി നടക്കുക. ആ ഊടാടി നടക്കുന്നതിനിടയിൽ വല്ല മനുഷ്യരിലും കയറി കൂടി അല്പസമയത്തേക്ക് ധൃതി പിടിച്ചെന്തെങ്കിലുമൊക്കെ പരിപാടി കാണിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ ദുരാത്മാക്കൾ അങ്ങനെയല്ല. സ്ഥിരമായി അവയ്ക്ക് ഒരു വ്യക്തിയിൽ പാർക്കുവാൻ കഴിയും. ഒരു സ്ഥലത്ത് ദുരാത്മാവിന് അല്ലെ ദുരാത്മാക്കൾക്ക് സ്ഥിരമായിട്ട് പാർക്കുവാൻ കഴിയും. അതിനെയാണ് ഭൂതബാധിതർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, ആ ഭൂതബാധ എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് വ്യത്യാസങ്ങൾ. അപ്പം ഒരു സാത്താൻ, ഒത്തിരി ദുരാത്മാക്കൾ. ഓൺലി വൺ ഡെവിൾ, സംടൈംസ് innumerable demons. അത്യാവശ്യം വ്യത്യാസം മനസ്സിലേക്ക് കാണുമല്ലോ. താങ്ക് യു. മറ്റൊന്നും ഇല്ല എന്ന് കരുതട്ടെ. 9-ാം അധ്യായത്തിന്റെ 13 മുതൽക്കുള്ള വാക്യങ്ങളായിരുന്നല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതാനും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ കഷ്ടം, അതാണ് 6-ാമത്തെ കാഹളമൂതിയപ്പോൾ സംഭവിച്ചത്. അതിലെ പ്രധാനപ്പെട്ട സംഗതി യൂഫ്രട്ടീസിന്റെ കരയിൽ ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നതാണ്. അവയുടെ പിന്നാലെ ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ, ദുരാത്മാക്കളായിട്ട് സമ്മിശ്രമായ രൂപഭാവത്തോടുകൂടെ, രൗദ്രതയോടുകൂടെ പുറപ്പെടുന്നതും അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജനസംഖ്യയിൽ 1/3 കൊല്ലുന്നതുമാണ്. എന്നാൽ മരിക്കാതെ ശേഷിച്ച 2/3 മനുഷ്യർ ഇത് നിമിത്തവും മാനസാന്തരപ്പെട്ടില്ല എന്ന ദൈവത്തിന്റെ ഒരു രോദനം, ദൈവത്തിന്റെ ഒരു പരാതി വളരെ ദുഃഖത്തോടും കോപത്തോടും കൂടെ ദൈവം പറയുന്നതായി നമുക്ക് കാണാം. വെറും ദുഃഖം മാത്രമല്ല, അവിടെ ദൈവത്തിന്റെ കോപവും കൂടെ നിഴലിക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. നാം ഈ യൂഫ്രട്ടീസിനെ കാണുമ്പോൾ, സ്തോത്രം, യൂഫ്രട്ടീസ് അല്ലെങ്കിൽ ഈ മഹാനദി എന്ന് വിളിക്കപ്പെടുന്ന യൂഫ്രട്ടീസ് നദി നമുക്കറിയാമല്ലോ, ഏദനിൽ നിന്നും പുറപ്പെട്ട നദിയുടെ 4 ശാഖകളിൽ
ഒന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. Genesis 2 verse 14. രണ്ടിന്റെ 14. And the name of the third river is the Tigris, which flows east of Assyria, and the fourth river is the Euphrates. ഏദനിൽ ഒരു നദി, അതിന് 4 ബ്രാഞ്ചസ്, 4 ശാഖകൾ. ആ ശാഖകളെല്ലാം പുറപ്പെടുന്നത് ഏദനിൽ നിന്ന്. അതിലെ 3-ാമത്തെയും 4-ാമത്തെയും നദികളാണ് ഇന്നും വളരെ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന നദികൾ, യൂഫ്രട്ടീസും ടൈഗ്രീസും. അതിൽ യൂഫ്രട്ടീസിനെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തിന്റെ സ്ഥാനം നിർണയിക്കാനും ഈ വാക്യം വെച്ച് എളുപ്പമാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഉത്ഭവസ്ഥാനത്തോടനുബന്ധിച്ചായിരുന്നു ഏദൻ എന്ന് മനസ്സിലാക്കുവാൻ മറ്റ് പ്രയാസമൊന്നുമില്ല. സ്തോത്രം. യൂഫ്രട്ടീസിനെ നാം അവിടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, യൂഫ്രട്ടീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് സിൻ ഓഫ് മാൻ. മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ പാപവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ യൂഫ്രട്ടീസിന്റെ നദീതടം. ഏദനിൽ വെച്ചാണല്ലോ ആദ്യത്തെ പാപം ഉണ്ടായത്. കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ ഇല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. The second thing there we see is the first murder is also associated with this particular place. ആദ്യത്തെ കൊലപാതകത്തിന്റെ സ്ഥലവും ഇത് തന്നെയാണ്. ഉൽപ്പത്തി 4:16 നമുക്കറിയാവുന്ന കാര്യമാണ്. കയീൻ ഹാബേലിനെ കൊന്നതും ഏതാണ്ട് ഇതേ പ്രദേശത്ത് വെച്ചാണ്. So the first sin, first murder. സ്തോത്രം. Another thing, the first revolt against God. ദൈവത്തിനെതിരായുള്ള ആദ്യത്തെ മത്സരം ഉണ്ടായതും ഇവിടെ വെച്ച് തന്നെ. അതും നമ്മൾ ഇന്നലെ കണ്ടു, ഉൽപ്പത്തി 10-ാമത്തെ 11-ാമത്തെയും അധ്യായങ്ങളിലായിട്ട്. ബാബേൽ ഗോപുരത്തിന്റെ പണി 10ഉം 11ഉം അധ്യായങ്ങളിൽ നാം അതിന്റെ വിശദീകരണം കാണുന്നുണ്ട്. അതും നമുക്ക് കൂടുതൽ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. The first revolt against God was also originated in this particular region of Euphrates. ഈ മഹാനദിയുടെ തടത്തിൽ അല്ലെങ്കിൽ കരയിലായിരുന്നു ആദ്യത്തെ ദൈവത്തിനെതിരായുള്ള മത്സരം, പ്രത്യേകിച്ച് ഉൽപ്പത്തി 11:1 മുതൽ 9 വരെ. Then again we see the first confederation of kings. Again we see in Genesis 14:1 following. ഉൽപ്പത്തി 14 ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നു ആദ്യത്തെ രാജാക്കന്മാരുടെ സംഘടിതമായ രൂപം, a confederation of kings or kingdoms. പല രാജാക്കന്മാർ ഒത്തുകൂടി ഒരു സഖ്യമുണ്ടാക്കുന്നതും അവിടെയാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ജെനസിസ് ചാപ്റ്റർ 10 വേഴ്സസ് 8 to 10, the first dictatorship of Nimrod. നിമ്രോദിന്റെ ഏകാധിപത്യ അനുഭവം അല്ലെങ്കിൽ ചരിത്രവും ഈ പ്രത്യേക സ്ഥലത്തോട് അനുബന്ധിച്ചാണ് കാണുന്നത്. ഇവയെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമ്മൾ 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ചില ശക്തികളെ
അല്ല ചില ശക്തിയുള്ള പൈശാചിക ദൂതന്മാരെ, വ്യക്തികളെ അവിടെ ബന്ധിച്ചിരിക്കുന്നതായി നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ആദ്യത്തെ പാപം, കൊലപാതകം, രാജാക്കന്മാരുടെ സഖ്യത അല്ലെങ്കിൽ സഖ്യ രാഷ്ട്ര സംഘടന, ദൈവത്തിനെതിരായിട്ടുള്ള മത്സരബുദ്ധി, അതുപോലെ ഏകാധിപതിയുടെ ഭരണരീതി, ഇവയെല്ലാം ആരംഭിക്കുന്നത് ഈ പ്രത്യേക നദീതടത്തിലാണ്. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് കണ്ട ഒരു സംഗതിയാണ്, ഈ നദി വറ്റിച്ചുകൊണ്ടാണ് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക യുദ്ധത്തിന് വേണ്ടി വഴിയൊരുങ്ങുന്നത്. ആ യുദ്ധങ്ങളുടെ ക്ലൈമാക്സ്, പരമകാഷ്ഠയാണ് അർമഗദ്ദോൻ യുദ്ധം. അർമഗദ്ദോൻ യുദ്ധത്തിന് മുൻപ് തന്നെ ഇസ്രായേലുമായുള്ള ബന്ധത്തിലും ഈ യുദ്ധങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നാം കാണുന്നത്, നാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, 16:12 റെവലേഷൻ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ വായിക്കുന്നത് നന്നായിരിക്കും. The sixth angel poured out his bowl on the great river Euphrates, and its water was dried up, to prepare the way for the kings from the east. To prepare a way from the east, kings from the east. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന്. ഈ കിഴക്ക് നിന്ന് എന്ന് പറയുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ഈസ്റ്റേൺ കിങ്ഡംസ്, ഈസ്റ്റ് ഏഷ്യയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈസ്റ്റേൺകാരാണല്ലോ. ഇയ്യോബിനെ ഒക്കെ വിളിക്കുന്നതും പൂർവ്വദിഗ്വാസികളിൽ ഒരുവനായിട്ടാണ്. കിഴക്കന്മാർ, ഇവിടുത്തുകാരെ, യൂറോപ്യൻസിനെയും അമേരിക്കൻസിനെയും ഒക്കെ നമ്മൾ പാശ്ചാത്യരെന്ന് വിളിക്കാറുണ്ട്, വെസ്റ്റേണേഴ്സ് എന്ന് വിളിക്കുന്നു. നമ്മളെ അവർ വിളിക്കുന്നത് ഈസ്റ്റേണേഴ്സ്. നമ്മൾ ആണ് ഈ ലോകത്തിന്റെ പൂർവഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് വസിക്കുന്നവർ. ഇപ്പോൾ ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന കിഴക്കൻ രാജ്യങ്ങളുടെ വളർച്ച, സാമ്പത്തിക വളർച്ചയായാലും സൈനിക വളർച്ചയായാലും സാങ്കേതിക മികവായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊന്നും കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുകയും അതിശയപ്പെടുകയും വേണ്ട. അതിശയപ്പെട്ടോ, ബൈബിൾ പറയുന്ന കാര്യങ്ങൾ നിറവേറുന്നു എന്നുള്ളതിനാൽ. ഇവിടെ ഈ രാജ്യത്ത് വന്നപ്പോഴും ചിലരൊക്കെ നമ്മുടെ ആൾക്കാരിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലേക്ക് മടങ്ങി വരണോ, ഇവിടുത്തെ പൗരത്വത്തിൽ നിലനിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നു. കാരണം അടുത്ത 10-15 വർഷത്തിനകം ഇന്ത്യ ലോകത്തിലെ സൂപ്പർ പവർ ആകുമെന്നാണ് ഇവിടെയും പറഞ്ഞു കേൾക്കുന്നത്. രാഷ്ട്രീയക്കാരൊക്കെ അതിന്റെ മുതലെടുപ്പ് നടത്തിക്കോട്ടെ. രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നില്ല, ഇറങ്ങരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയ്ക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രധാനമായി കുതികാൽ വെട്ടാതെ എനിക്ക് വോട്ട് തരണം എന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടത്തില്ല. ബാബുവെങ്കിലും വോട്ട് കൊടുക്കരുതെന്നും കൂടെ ഞാൻ പറഞ്ഞെങ്കിലേ എനിക്ക് വല്ലതും കിട്ടത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കരുതെന്ന് വെറുതെ പറഞ്ഞാൽ പറ്റില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് കൊടുക്കരുതെന്ന് എനിക്ക് പറയണം. അത് എല്ലാം സത്യമാകണമെന്നില്ല. കള്ളങ്ങളും അർത്ഥസത്യങ്ങളും വ്യക്തിഹത്യകളും നടത്തിയെങ്കിലേ എനിക്ക് അദ്ദേഹത്തെ എന്നേക്കാൾ കുറച്ച് കാണിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ചെലവിലാണ് ഞാൻ എന്നെ ഉയർത്തുന്നത്.
അത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ല. ഇപ്പം ഞാനും ബാബു അങ്കിളും ഡോക്ടർ സാജുവും കൂടെ നിൽക്കുകയാണ്. ഞങ്ങളിൽ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ചെയ്തോ എന്നും പറഞ്ഞ് നിന്നു കൊടുത്താൽ അത്രയും കൊണ്ട് പ്രശ്നമില്ല. അത് പ്രശ്നമില്ല. 1 തിമോഥെയോസ് 3:7 പറയുന്നത് പോലെ ഒരു അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ നല്ല വേലയെ ആഗ്രഹിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വോട്ട് പിടുത്തം ക്യാൻവാസിംഗിലേക്ക് വരുമ്പോഴാണ് രാഷ്ട്രീയത അതിൽ കൈവരുന്നത്. അത് സഭാരാഷ്ട്രീയമായാലും അല്ല പുറത്തുള്ള സാധാരണ രാഷ്ട്രീയമായാലും. അവിടെ ഞാൻ എന്നെ തന്നെ ഉയർത്തുന്നു, എന്നെ ഉയർത്തുക മാത്രമല്ല എൻ്റെ കൂടെ മത്സരിക്കുന്നവരെ തരം താഴ്ത്തുകയും ചെയ്യുന്നു. അതിന് ഭോഷ്ക് തന്നെ ഞാൻ ഉപയോഗിച്ചെന്ന് വന്നേക്കാം, വ്യക്തിഹത്യ ചെയ്തെന്ന് വന്നേക്കാം. അതെല്ലാം വേദപുസ്തകത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ്. തത്വങ്ങൾക്ക്, നിയമം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസിന് വിരുദ്ധമാണ്. മറ്റുള്ളവരെ നിന്നേക്കാൾ അല്ലെങ്കിൽ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ, നിന്റെ സഹോദരനെ ശ്രേഷ്ഠന്മാര് നിണ്ണുക എന്നൊക്കെയുള്ള വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണിത്. അതുകൊണ്ട് അത് പാപമായി മാറുന്നു. അല്ലാതെ ഇപ്പം സഭാരാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പം XOR ചർച്ചിന്റെ പ്രസിഡന്റ് ആകാൻ, അല്ലെ സൂപ്രണ്ട് ആകാൻ, അല്ലെങ്കിൽ ഓവർസിയർ ആകാൻ ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ 3 പേരും കൂടെ നിൽക്കുക, മത്സരിക്കുക, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്തു, വേറൊരാളെ ഡോക്ടർ സാജുവിനെ പ്രപ്പോസ് ചെയ്തു, മറ്റൊരാളെ ബാബുങ്കലിനെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമാണ് ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ നിൽക്കുക. അത്രയും വരെ ഓക്കെ. പക്ഷെ നേരത്തെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയാസിൽ പരസ്യം കൊടുത്ത് ഒക്കെ ചെയ്യുന്നത് പരസ്യമായിട്ട് അത്രേ ചെയ്യുന്നുള്ളൂ. രഹസ്യമായിട്ട് മറ്റുള്ളവർക്കെതിരായിട്ട് ഞാൻ ക്യാമ്പയിനിങ് തുടങ്ങി. എൻ്റെ കൂടെ നിൽക്കാൻ അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാഗ്ദത്തങ്ങൾ കൊടുത്ത്, വാഗ്ദത്തങ്ങൾ മാത്രമല്ല ചിലപ്പോൾ വേറെയും ചിലതൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ പക്ഷത്തേക്ക് ആൾക്കാരെ ചേർത്ത് നിർത്തുന്നത്, അവിടേക്ക് വരുമ്പോഴാണ് വചനവിരുദ്ധമായ പലതും സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു സൂപ്പർ പവറായിട്ട് കാര്യങ്ങൾ, പൗരസ്ത്യ ശക്തികൾ വളരുന്നു. സാമ്പത്തികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും രാഷ്ട്രീയപരമായും എല്ലാ നിലകളിലും. അതിനനുസരിച്ച് പാശ്ചാത്യ ശക്തികൾക്ക് പതനവും സംഭവിക്കുന്നുണ്ട്. വെസ്റ്റേൺ പവേഴ്സ് ആർ ഓൺ ഡിക്ലൈൻ, ഈസ്റ്റേൺ പവേഴ്സ് ആർ ഓൺ റൈസ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേട്ടങ്ങളാണെന്ന് പറയാറുണ്ട്. അതിലേക്ക് നമ്മൾ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ പൗരസ്ത്യ ശക്തികളുടെ വളർച്ച നാം കാണുമ്പോൾ ഭരണകക്ഷികളോട് നമുക്ക് വിരോധമൊന്നും വേണ്ട. വേദപുസ്തക പ്രവചനങ്ങൾ അങ്ങനെയും നിറവേറുകയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്ത്യയുടെ വളർച്ചയായാലും ചൈനയുടെ വളർച്ചയായാലും ജപ്പാന്റെ വളർച്ചയായാലും ഒന്നും കണ്ടിട്ട് നമുക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളോട് പിണങ്ങണ്ട. അവർ ക്രെഡിറ്റ് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, നമുക്കത് വിഷയമേ അല്ല. നമ്മൾ കാണേണ്ടത് വേദപുസ്തക പ്രവചനങ്ങൾ ഇവയിലൂടെയും നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, ആശങ്കപ്പെടേണ്ട.
ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നു. നമുക്ക് ഇച്ചിരി ചൂടൊക്കെ കൂടുതൽ തോന്നുന്നുണ്ട്, ശരി തന്നെയാ. അതുകൊണ്ട് ചില രോഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. നമുക്കും അതിൽ ചില രോഗങ്ങൾ ചിലപ്പോൾ ബാധിച്ചേക്കാം. ഒക്കെ ശരിയാണ്. പക്ഷേ ഇതുമെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു 16:12 വെളിപ്പാട് പുസ്തകത്തിൽ, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അല്ലെങ്കിൽ ഒരുക്കേണ്ടതിന് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി. ഇവിടെ ദൈവപ്രവൃത്തിയായിട്ടാണ് യോഹന്നാൻ യൂഫ്രട്ടീസിന്റെ വരൾച്ചയെ അല്ലെങ്കിൽ ഈ നദികളുടെ വരണ്ടു പോകുന്നതിനെ കാണിക്കുന്നത്. പക്ഷെ അത് ആവശ്യമാണോ അല്ലയോ? ആവശ്യമാണ്. അതിന് ദൈവം പ്രകൃതിയെ തന്നെ ഒരുക്കിയെടുക്കുക. ഇപ്പം അതിന്റെ ഭാഗമാണ് ഗ്ലോബൽ വാർമിംഗ്. ഒരു കൊച്ചു കാര്യം മാത്രം പറയുകയാണെങ്കിൽ, ആഗോളതാപനം. അത് നിമിത്തമാണ് വലിയ മഞ്ഞുമലകൾ ഉരുകുന്നത്. ഉരുകി ഓരോ വർഷം കഴിയും തോറും ആ മഞ്ഞുരുകലിന്റെ വേഗത അപകടകരമാമിതം വർദ്ധിക്കുന്നു. അന്റാർട്ടിക്കയിൽ പോലും മഞ്ഞുരുകി പുല്ലുകിളിർത്തു തുടങ്ങി. നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. എവറസ്റ്റ് ഉൾപ്പെടെയുള്ള കൊടുമുടികളുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഈ മലകളെല്ലാം തന്നെ ഈ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് മലകളിൽ നിന്നാണ്. എവിടെ നിന്നാ ഈ വെള്ളം വരുന്നത്? അവിടെയുള്ള മഞ്ഞിൽ നിന്ന്. ആ മഞ്ഞ് ഉരുകി മാറുന്നു. അത് നിമിത്തം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് ഉറവകൾ ഇല്ലാതാകുന്നു. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയാണല്ലോ ഗംഗ. ഗംഗാ നദി വരെ വറ്റിത്തുടങ്ങുകയാണ്. മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്നേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് വെള്ളമില്ല. നമ്മുടെ കേരളത്തിലെ നദികളുടെ സ്ഥിതിയും നമുക്കറിയാം. മഴക്കാലത്ത് ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, പക്ഷേ ബാക്കി സമയങ്ങളിൽ നദികൾ വറ്റി വരളുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രയും മഴയൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും മഴക്കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ കിണറ്റിലെ വെള്ളം വറ്റുന്നു, കുടിവെള്ളമില്ലാതെയാകുന്നു. ഈ മഴക്കാലം അങ്ങോട്ട് കഴിയുന്ന സമയം തൊട്ട് നാട്ടിലൂടെ യാത്ര ചെയ്താൽ കാണാം, പല സ്ഥലങ്ങളിലും വീടിന്റെ മുമ്പിൽ തൊട്ടികളും കലങ്ങളും കൊച്ചു കൊച്ചു പാത്രങ്ങൾ വരെ നിരത്തി വെച്ചിരിക്കുക. മുനിസിപ്പാലിറ്റി ട്രക്കേലോ ട്രാക്ടറേലോ കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളം നിറയ്ക്കാൻ. ഇന്ന് ആൾക്കാരൊക്കെ വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കാറുണ്ട്. ഇവിടെ വരൾച്ചക്കാലത്ത്, വേനൽക്കാലത്ത് വെള്ളം കിട്ടുമോ എന്നും മൊബൈൽ കണക്ഷൻ കിട്ടുമോ എന്നും. ഇത് രണ്ടും ഇന്ന് നോക്കിയേ വീടെടുക്കാറുള്ളൂ. പറഞ്ഞു വന്നത്, ദൈവം പ്രകൃതിയെയും ഈ പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഒരുക്കുകയാണ്. സ്തോത്രം. ഈ പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഒരുക്കുകയാണ്. യൂഫ്രട്ടീസ് നദി വറ്റുന്നു. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെടണം മധ്യപൂർവേഷ്യയിലേക്ക്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന അയൽ രാജ്യങ്ങൾ ഉണ്ട്. മൂന്നാം ലോക മഹായുദ്ധമുണ്ട്. അതേ തുടർന്ന് നടക്കുന്ന അർമഗദ്ദോൻ യുദ്ധമുണ്ട്. ഇവകൾക്കെല്ലാം വേണ്ടി കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങണം.
അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഭീകരമായ രക്തച്ചൊരിച്ചിലുകളും നടക്കുന്നത് എവിടെയായിരിക്കും? യൂഫ്രട്ടീസിന്റെ നദീതടങ്ങളിൽ. അപ്പോൾ ആദ്യത്തെ പാപം മുതൽ, മനുഷ്യരുടെ ചരിത്രത്തിലെ ആദ്യത്തെ പാപം മുതൽ ഏറ്റവും ഒടുവിലത്തെ ഭീകര യുദ്ധങ്ങൾ വരെ നടമാടുന്ന ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര സ്ഥലമാണ് ഈ മഹാനദിയുടെ തീരം. അവിടെയാണ് ചില ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നതായി ഈ രണ്ടാം കഷ്ടത്തിന്റെ സമയത്ത്, ആറാം കാഹളനാദമൂതി ദൈവം ന്യായവിധി നടത്തുന്ന സമയത്ത് സംഭവിക്കുന്നതായി വെളിപ്പാട് 9:13 മുതൽ നാം കാണുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തുർക്കി, ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ പ്രദേശങ്ങൾ, എന്നീ രാജ്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിലെ ഏദനുമായി ബന്ധപ്പെട്ട മിക്ക സ്ഥലങ്ങളും തുർക്കിയിലാണ്, ഇന്നത്തെ തുർക്കിയിലാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പം അതിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് പണ്ടത്തെ ബാബിലോൺ എന്ന് വിളിക്കുന്ന ആധുനിക ബാഗ്ദാദും മറ്റും ഉൾപ്പെടുന്ന ഇറാഖ്, ഇറാൻ, സിറിയ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഈ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇസ്രായേലുമായി അതിരു പങ്കുവയ്ക്കുന്ന സ്ഥലങ്ങൾ. ഇസ്രായേലിനോട് ഈ രാജ്യങ്ങൾക്കൊക്കെയുള്ള മനോഭാവവും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ മഹാപീഡനകാലത്തിന്റെ ആദ്യ പകുതിയോടനുബന്ധിച്ച് നടക്കുന്നതാണ്. എതിർ ക്രിസ്തു 7 വർഷത്തെ ഉടമ്പടി ഇസ്രായേലുമായി നടത്തി 3.5 വർഷം കഴിയുമ്പോൾ ഉടമ്പടി ലംഘിക്കുന്നതിനെ കുറിച്ച് നമ്മൾ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോൾ ആ പ്രത്യേക സമയങ്ങളിലാണ് ഇവയൊക്കെ നടക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ. ആ കൊടും യുദ്ധങ്ങൾ ഒരുപക്ഷെ ഈ ഒരു നിലയിലേക്ക് വന്നിട്ട് 3-ാം ലോക മഹായുദ്ധമായിട്ട് തന്നെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഇവിടെ നമ്മൾ കാണുന്നു ലോക ജനസംഖ്യയുടെ 1/3 മരിക്കുന്നതായി. അവരെ കൊല്ലുവാൻ പുറപ്പെട്ട കോടിക്കണക്കിനായ പ്രത്യേകതരം സൈന്യങ്ങൾ, അവയുടെ നേതൃത്വം വഹിക്കുന്ന 4 ദൂതന്മാരെ ദൈവം അഴിച്ചുവിടുന്നു. അവ പൈശാചിക ദൂതന്മാരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്നലെയും നമ്മൾ കണ്ടു, വിശുദ്ധ ദൂതന്മാരാരും ബന്ധനാവസ്ഥകളിലല്ല, അവരെല്ലാം ദൈവസന്നിധിയിലാണ്. ഭൂമിയിലോ അധോലോകത്തിലോ വിശുദ്ധ ദൂതന്മാരെ ദൈവം പാർപ്പിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പല ദുരുപദേശങ്ങളുടെയും കോൺസ്പിറൻസി തിയറികളുടെയും വക്താവായ പ്രസംഗകൻ. ഭൂമിയിൽ നമുക്കറിയാം, ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ, ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി ഗാലക്സീസ്, മിൽക്കി വേസ്, ഒത്തിരി
പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതിലെ നക്ഷത്രങ്ങൾ, മിൽക്കി വേസും ഗാലക്സീസും എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, എല്ലാം നക്ഷത്ര വ്യൂഹങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിലൊക്കെ ഓരോ ദൂതന്മാരെ, ദൂതസഞ്ചയങ്ങളെ പാർപ്പിച്ചിരിക്കുന്നെന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നിയും പോകും, ഈ ഭൂമിയിൽ മാത്രമേ മനുഷ്യജീവൻ നിലനിൽക്കുന്നുള്ളെങ്കിൽ പിന്നെ ദൈവം എന്തോ കാര്യത്തിനാ ഇത്രയേറെ നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും ഒക്കെ ഉണ്ടാക്കിയതെന്ന്. ഈ 2 മാത്രം പോരായിരുന്നു. ഞാനും ഭാര്യയും മാത്രം ജീവിക്കാൻ പോകുന്ന ഈ വീടിന് എന്തിനാ ഈ 8 മുറി, ഒരു അടുക്കളയും ഒരു ഹോളും ഒരു മുറിയും പോരെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ച ആ ചോദ്യം. ഇത്രയേറെ ഗാലക്സികളും നക്ഷത്രങ്ങളും നക്ഷത്ര വ്യൂഹങ്ങളും ഒക്കെ എന്തിനാ ദൈവം ഉണ്ടാക്കിയത്? ചിലപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരവായിരിക്കും ഈ പറഞ്ഞ പ്രസംഗകൻ പറയുന്നത്, അവിടെയെല്ലാം ദൈവം ദൂതന്മാരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരാണ് ഏലിയൻസ് എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി പരിപാടികൾ ഇണക്കാറുണ്ട്. എന്നാൽ തിരുവെഴുത്തനുസരിച്ച് നാം നോക്കിയാൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ സ്വർഗത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ആരും ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ പ്രത്യേകിച്ച് ബന്ധനാവസ്ഥകളിലുമല്ല. അതുകൊണ്ട് തന്നെ ഈ 4 ദൂതന്മാർ പൈശാചിക ദൂതന്മാരാണെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇവിടെ നാം കാണുന്ന സൈന്യം, അവര് അക്ഷരീയ സൈന്യമാണോ അതോ പൈശാചിക ദൂതന്മാരാണോ എന്നതിൽ ചിലർക്ക് സംശയമുണ്ട്. വെദർ ദീസ് കാവൽറി, ഈ കുതിരപ്പട, they are symbolic or literal? ഇത് ഒരു ചോദ്യമാണ്. Then the number of these angels or soldiers, that is symbolic or literal? ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ പറയുന്ന കുതിരപ്പട, ഈ 4 ദൂതന്മാർ പൈശാചിക ദൂതന്മാരാണെന്ന് നമ്മൾ കണ്ടു. അത് മനസ്സിലാക്കാൻ വിശ്വസിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവരോട് കൂടെ പുറപ്പെട്ട കുതിരപ്പട 10,000, 20,000 എന്ന സംഖ്യ, 200 മില്യൺ, 20 കോടി ഈ സൈന്യം. ഇത് അക്ഷരീയമായി എന്ന് പറഞ്ഞാൽ മനുഷ്യരാണോ അതോ പൈശാചിക ദൂതന്മാരാണോ? 2, ഈ നമ്പർ, ഈ സംഖ്യ പ്രതീകാത്മകമാണോ അതോ അക്ഷരികമാണോ? ഈ 2 ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നു. ഈ 2 വാദങ്ങളും ചിലർ അതിനെപ്പറ്റി പറയാറുണ്ട്. ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്, it is possible that the number is not to be taken literally, but simply suggests an army that is impossible to count and is greater than anything mankind has ever seen. ചിലരുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഇവിടെ പറയുന്ന 10,000, ഇത് 20,000 എന്ന സംഖ്യ, അത് അക്ഷരീയമായിട്ട് എടുക്കേണ്ടതില്ല, പ്രതീകാത്മകമായി എടുത്താൽ മതിയെന്ന്. എന്ന് വെച്ചാൽ അത്രയും അസംഖ്യമായൊരു സൈന്യം, മാനുഷികമായിട്ട് കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര എണ്ണത്തിൽ വലിയൊരു സൈന്യം എന്നെടുത്താൽ മതി. എന്നാൽ ചിലർ പറയുന്നു, വേണ്ട, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അക്ഷരീയമായി തന്നെ എടുത്താൽ മതിയെന്ന്. അതിനൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാർ
രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈന്യങ്ങൾ ഓൺലി 70 million. 70 ദശലക്ഷം സൈന്യങ്ങൾ മാത്രമേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെട്ടിരുന്നുള്ളൂ എന്നാണ് കണക്ക്. 200 ദശലക്ഷം എന്ന് വരുമ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതിനേക്കാൾ ഇരട്ടിയിലധികം, ഏതാണ്ട് 3 ഇരട്ടിയോളം സൈന്യം വരും. അത് അത്രയും ഒരു വലിയ സൈന്യമോ എന്ന് ചിന്തിക്കാൻ പ്രയാസം വരും. ഇന്നലെ അവര് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവരെ നിർത്താൻ തന്നെ വേണ്ടി വരുന്ന സ്ഥലത്തിന്റെ കണക്ക് നമ്മൾ നോക്കിയായിരുന്നല്ലോ. പിന്നീട് പറയുന്നത് കേട്ടു, ഒരിക്കൽ പ്രത്യേകിച്ച് 1965 1965 ചൈന അവകാശപ്പെട്ടു അവരുടെ പക്കൽ ഈ പറയപ്പെടുന്ന 200 million 20 ദശലക്ഷം സൈന്യം ഉണ്ടെന്ന്. പക്ഷെ ലോകം അത് വിശ്വസിച്ചിട്ടും അംഗീകരിച്ചിട്ടുമില്ല. അത്രയൊന്നും സൈന്യശക്തി ഒരു രാജ്യത്തിനുണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ള നിലയിലാണ് ഇന്നും കാണുന്നത്. അതുകൊണ്ട് പലരും ഈ സൈന്യബലത്തെ, സംഖ്യാബലത്തെ പ്രതീകാത്മകമായി മാത്രം കാണുവാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇവിടെ അത് രക്ഷയെ ഒന്നും ബാധിക്കുന്നതല്ലാത്തത് കൊണ്ട് നമുക്ക് അത് അക്ഷരീയമായിട്ടാണെന്നോ അല്ല പ്രതീകാത്മകം മാത്രമാണെന്നോ വിശ്വസിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ആകുലപ്പെടേണ്ട. എന്നാൽ പഠിക്കുന്നത് കൊണ്ട് ഈ ഒരു ആശയം ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട സംഗതിയൊന്നും അല്ല. ഇനി അക്ഷരീയമായിട്ടാണെങ്കിലും പ്രതീകാത്മകമായിട്ടാണെങ്കിലും ആ സൈന്യം ചെറുതല്ലെന്ന് മാത്രം മനസ്സിലാക്കുക. ഇത്രയേറെ വലിയൊരു സൈന്യമായിരിക്കും അന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. ഇതൊരു പക്ഷേ ഒരു 3-ാം ലോക മഹായുദ്ധവും കൂടെ ആകാം. രണ്ടാമത്തെ ചോദ്യം, they are mere humans or some satanic forces? ഇത് മനുഷ്യ സൈന്യമാണോ അതോ പൈശാചിക സൈന്യമാണോ എന്നുള്ളത്. ഇവിടുത്തെ കണക്ക് വെച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ വിവരണം വെച്ച് നോക്കിയാൽ അത് പൈശാചികമാണ്. ഇനിയല്ല, അക്ഷരീയമായിട്ടെടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അവിടുത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, സ്തോത്രം, എന്താണ്? അവരുടെ ഈ കുതിരപ്പടയുടെ വേഷവിധാനങ്ങൾ, breastplates of fiery red, hyacinth blue and sulfur yellow, and the heads of the horses were like the heads of lions, and out of their mouths came fire, smoke and brimstone. These horsemen are described in weird, grotesque terms. This is a picture of great horror, destruction and demonic association. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഈ പട അല്ലെങ്കിൽ ഈ സൈന്യം, ഈ കുതിരപ്പട, ഈ കുതിര സൈന്യം, അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ തീ നിറം, രക്തനീല നിറം, ഗന്ധകവർണവുമായ കവചം, അവയുടെ തല സിംഹത്തിന്റെ തല പോലെ, വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെടുന്നു. ആ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം, 18-ാം വാക്യമാണ്, എന്നീ 3 ബാധകളാലാണ് മനുഷ്യരിൽ 3-ലൊന്നും മരിക്കുന്നത്. ഇനി ഇവ
ഈ 4 ദൂതന്മാരുടെ പുറകെ ഇറങ്ങി വരുന്ന പൈശാചിക ദൂതന്മാർ അല്ല എന്ന് വെച്ചോളൂ. സപ്പോസ് അത് രണ്ടിലും ഏതാണോ നമുക്ക് യുക്തിപരമായി തോന്നുന്നത് അതെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. വി ആർ ഫ്രീ ടു ടേക്ക് ഓർ ബിലീവ് ഈതർ ദിസ് cavalry as literal human soldiers or as demonic. We have the freedom. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സാധ്യത പറയുകയാണ്, പൈശാചികമാണെങ്കിൽ വേറൊന്നും നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. ആ പൈശാചിക ദൂതന്മാരുടെ ഭീകരതയെ കാണിക്കുന്നതാണ്. ഇനിയല്ല, അവ മാനുഷികമാണെന്ന് വെച്ചോളൂ. ഇനി മാനുഷികമാണെങ്കിൽ പിന്നെ ഈ 4 ദൂതന്മാരുടെ ആവശ്യം എന്താണെന്നായിരിക്കും അല്ലേ? ജസ്റ്റ് ടു ലീഡ് ദീസ് പീപ്പിൾ ഇൻ ടു ദിസ് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഈ ദുരാത്മാക്കൾ 4 ദൂതന്മാരെ അഴിച്ചുവിട്ടത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ യുദ്ധങ്ങൾക്കും ഈ കൊലപാതകങ്ങൾക്കും പിറകിൽ ദൈവം അനുവദിച്ചിട്ട് പ്രവർത്തിക്കുന്ന ദൂതന്മാർ പൈശാചിക ദൂതന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അതിൽ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. ഏലിയ പ്രവാചകന്റെ കാലത്ത്, ആഹാബ് രാജാവിന്റെ കാലത്ത്, ആഹാബ് രാജാവിനെ യുദ്ധത്തിൽ വകവരുത്താൻ എങ്ങനെയാണ് സംഭവിക്കുക സാധ്യമെന്ന് ചിന്തിച്ചപ്പോൾ ആരാണ് ദൈവസന്നിധിയിലേക്ക് വന്നത്? ഓർമ്മ കാണുമല്ലോ. When there was a council meeting, sometimes called by God, the agenda was to deceive or to take Ahab to a particular battle in which he would be killed. And who came forward to carry out this particular mission, divine mission on Ahab? ദൈവം വിളിച്ച്, യെസ്, ഭോഷ്കിന്റെ ആത്മാവ മുമ്പോട്ട് വന്നേ. ദൈവം ഒരു കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചതാ. ആഹാബിനെ അവന്റെ പാപങ്ങൾ നിമിത്തം യുദ്ധത്തിൽ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലുക. ഓരോ ആത്മാക്കൾ മുമ്പോട്ട് വന്നു. ഒടുവിൽ ഒരുത്തം വന്നു, ഞാൻ ഭോഷ്കിന്റെ ആത്മാവായി അവന്റെ പ്രവാചകന്മാരുടെ നാവിന്മേലിരിക്കും. ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ട് പരിപാടി നടക്കും. അങ്ങനെയാണ് 400-ലധികം പ്രവാചകന്മാർ ആഹാബിനോടും യഹോശാഫാത്തിനോടും പറഞ്ഞത്, നിങ്ങൾ പൊക്കോ, ദൈവം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് മീഖായാവ് എന്നൊരു പ്രവാചകനെ അവിടെ വരുത്തിയതും മീഖായാവ് ഈ കാര്യം ആഹാബിനോട് പറയുന്നതും. എന്ന് വെച്ചാൽ ഈ ആത്മാക്കൾ, നമ്മളിപ്പോൾ 9-ാം അധ്യായം വെളിപ്പാടിൽ കാണുന്ന ആത്മാക്കൾ എന്ത് ചെയ്യുന്നു? ലോകത്തിലെ സൈന്യങ്ങളെ വശീകരിച്ച് യുദ്ധത്തിനു വേണ്ടി ഒരുക്കുന്നു. അവിടെ 20,000, 10,000, 20,000 കോടികളായി, 10,000 മടങ്ങ് 20,000 എന്ന കണക്കിന് 200 ദശലക്ഷം സൈന്യങ്ങളെ അവിടെ കാണുന്നു. അവരുടെ വസ്ത്രധാരണമൊക്കെ കൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പം കഴിയുന്ന കാര്യം, ഇനി അവര് മനുഷ്യരാണെന്ന് കണ്ടാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചാൽ പോലും, സ്തോത്രം,
എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇനി നടക്കാൻ പോകുന്ന യുദ്ധം പണ്ടത്തെ പോലെ കുതിരപ്പടകളും കാലാൾപ്പടയും വെച്ചുള്ള യുദ്ധങ്ങളാണോ? ഇൻഫൻട്രിയും കാവലറിയും കൊണ്ടുള്ള യുദ്ധങ്ങളാണോ പണ്ടത്തെ പോലെ ഇനി നടക്കാൻ പോകുന്നത്? അല്ലല്ല, മിക്കവാറും ന്യൂക്ലിയർ വാർസ്. യാ, മെക്കാനിക്കൽ വാർസ്. ഇവിടെ കണ്ടില്ലേ, വായിൽ നിന്ന് തീയ, പുക, ഗന്ധകം ഇവ പുറപ്പെടുകയാണ്. അവ പുറപ്പെട്ടാണ് 1/3 ജനസംഖ്യ മരിക്കുന്നത്. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ നമുക്കറിയാം. ന്യൂക്ലിയർ വെപ്പൺസ്, ആളില്ലാത്ത വിമാനങ്ങൾ, പൈലറ്റ്ലെസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രോൺസ്, റോബോട്ടിക് വെപ്പൺസ്, ബയോളജിക്കൽ, കെമിക്കൽ വെപ്പൺസ്. അവയൊക്കെ ഉപയോഗിച്ചാൽ മതി ഈ കാര്യങ്ങൾ നിറവേറാൻ. മനുഷ്യരായിട്ട് കുതിരപ്പുറത്ത് കയറി പോകേണ്ടതില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ തല സിംഹത്തെ പോലെ, വാല് പാമ്പിനെ പോലെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇന്ന് സജ്ജമാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധമാകാം. ഈ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന 4 ആത്മാക്കളെ ആകാം അഴിച്ചുവിട്ടത്. ഇന്നലെ തന്നെ ഇവിടെ അടുത്ത് നടന്ന ആ ഷൂട്ടിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു സ്കൂളിലെ 14 വയസ്സുള്ള ഒരു കുട്ടി, ഒരു 14 വയസ്സുകാരനെ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാ കാണുന്നത്? നമ്മുടെ സഭകളിൽ നമ്മൾ എങ്ങനെയാ കാണുന്നത്? 14-year-old ബോയ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ 13-14 വയസ്സുള്ള ഒരു മോനുണ്ട്. ഇവരുടെയൊക്കെ മനസ്സുകളെ നിയന്ത്രിക്കുന്ന ഒരു പൈശാചിക ശക്തി ഇന്നിപ്പോ ലോകത്തെ മുഴുവനും പല പ്രാവശ്യം ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലുമുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ഒരുത്തന്റെ മനസ്സിൽ ഒരു ചെറിയ ട്വിസ്റ്റ് നടത്തിയാൽ പോരെ, ഇതൊക്കെ തന്നെ നടന്നുള്ളൂല്ലോ. ദൈവത്തിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ യോഹന്നാൻ കണ്ട കാര്യം ഇന്നത്തെ പോലെ ഉള്ളതൊന്നും ചിന്തിക്കാൻ പോലും ഒക്കാത്ത ഒരു കാലത്തായിരുന്നു. എന്നാൽ ഇതിന്റെ ഇന്നത്തെ കാലത്തിന്റെ പ്രതീകാത്മക രൂപമാകാം, സ്തോത്രം, ദൈവം കാണിച്ചു കൊടുത്തത്. അപ്പൊ ഒരു പ്രതീകാത്മക രൂപമാകാം ദൈവം യോഹന്നാന് കാട്ടിക്കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ കണ്ടത് ഇവിടെ വിവരിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ സാധ്യത ആണ് നാം ഇവിടെ കണ്ടത്. ഇനി പാതാളത്തിൽ നിന്ന്, അഗാധകൂപത്തിൽ നിന്ന് പ്രത്യേക പൈശാചിക ശക്തികളൊന്നും പുറപ്പെട്ടു വന്നില്ലെങ്കിലും ദൈവം അനുവദിക്കുന്ന, അഴിച്ചുവിടുന്ന ആ 4 ദൂതന്മാർ മനുഷ്യ മനസ്സുകളിൽ പ്രവർത്തിച്ച് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നശീകരണ ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഈ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇന്ന് ഇതിനെല്ലാം വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നതായി നമുക്കറിയാം. നാം അതിൽ ഒരർത്ഥത്തിൽ ലോകത്തിന്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് സംഭവിപ്പാൻ പോകുന്ന വിപത്തിൽ ദുഃഖിക്കുമ്പോൾ തന്നെ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നവരാകും. ഇതൊന്നും സംഭവിക്കരുത്, ലോക ജനസംഖ്യ നശിച്ചു പോകരുതെന്ന് ദൈവത്തോടൊപ്പം നാമും ആഗ്രഹിക്കുന്നു.
ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നും നാമും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ തന്നെ ഒരു യാഥാർത്ഥ്യം, നല്ലൊരു ഭാഗവും വിശാലമായ വഴികളിലൂടെ വീതിയുള്ള വാതിലിലൂടെ പ്രവേശിച്ച് നാശത്തിലേക്ക് പോവുകയുള്ളൂ. ബഹുഭൂരിപക്ഷം വീതിയുള്ള വാതിലിലും വിശാലമായ വഴിയിലും കൂടെ യാത്ര ചെയ്ത് നിത്യനാശത്തിലേക്ക് പോയാലും പ്രിയരെ, നമുക്ക് ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലിലും വഴിയിലും കൂടെ കടന്ന് ജീവങ്കിലേക്ക് പ്രവേശിപ്പാനും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. നമ്മുടെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അടുത്തിരിക്കുന്നെന്ന് പൗലോസ് പറയുന്നു റോമാലേഖനത്തിൽ. അതുകൊണ്ട് നമുക്കൊരുങ്ങാം, ജീവിതത്തെ പൂർണ്ണമായും ആയുധനായിട്ട് സമർപ്പിക്കാം. നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിലാകാം. ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ ആകട്ടെ.